ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണ് കേൾക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തേനെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് നല്ലോണം കഴുകിയെടുക്കാം കേട്ടോ. നന്നാക്കി കഴുകണം. നന്നാക്കി 2-3 പ്രാവശ്യം കഴുകണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകണേ. നന്നായി കഴുകിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം മുഴുവനായിട്ട് കോട്ടൺ തുണി കൊണ്ട് തോർത്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ആവിയിലൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റട്ടോ. മുഴുവനായിട്ട് എടുക്കുക. ഫ്രോക്ക് വെച്ചിട്ടൊന്ന് കൊത്തിക്കോ കേട്ടോ. മുഴുവൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നാലുള്ളൂ ആ പനങ്ങൽക്കണ്ടൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കുള്ളൂ കേട്ടോ. മധുരമൊക്കെ ഒന്ന് പിടിക്കുള്ളൂ കേട്ടോ. നന്നായി കുത്തി കൊടുക്കുക. ഓരോന്നോരോന്നായി കുത്തി കൊടുക്കുക കേട്ടോ. എന്ത് വെച്ചിട്ടോ ചെയ്യാം കേട്ടോ. ഇതേപോലെ കുത്തി കൊടുക്കുക. ഈ ചട്ടി അടുപ്പത്തൊക്കെ കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാട്ടോ. വെള്ളം തിളക്കാനാകുമ്പോൾ പനങ്കൽക്കണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇതിലുണ്ടാക്കിയാൽ. നല്ല ശർക്കരകളും നല്ല ഗുണമാണ് തന്നെ. നന്നായി നിറച്ച് കൊടുക്കുക. നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു നല്ലൊരു ടേസ്റ്റും നല്ല ഗുണവും കൂടും കേട്ടോ. ഒരു പട്ടയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റും കൂടും ഗുണവും കൂടും കേട്ടോ. ഗുണം ഇരട്ടിക്കാനാണ് കേട്ടോ. മക്കളൊക്കെ മിഠായി പലഹാരം എന്നൊക്കെ പറയുമ്പോൾ ഇത് രണ്ടെടുത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. നന്നായി ഒന്ന് വറ്റി വരണം കേട്ടോ. ഇനിയിപ്പോൾ വേനൽക്കാലമല്ലേ. അപ്പോൾ മക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് പനങ്കൽക്കണ്ടാണ്, നെല്ലിക്കയാണ്, പട്ടയാണ്, ഗ്രാമ്പൂണ് എല്ലാം നല്ല ഔഷധമുള്ള തന്നെയാണ് കേട്ടോ. അല്ലേ ഇതേപോലെ വറ്റിച്ചെടുക്കട്ടോ. നമുക്ക് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ക്ഷീണം മാറാനും നെല്ലിക്കൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബൗളിലേക്ക് മാറ്റട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആമീൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.